പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലും അടിയൻ്റെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. വാക്കുകളെ തരണം, കർത്താവ് വ്യാഖ്യാനിച്ച് തരണം. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയണം. ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകണം. കർത്താവായ യേശുവിനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനായ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എഫേസ്യസ് ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം മുതലാണ്. 19-ാം വാക്യം ഞാൻ വായിക്കാം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മൾ ഇനിയും പരദേശികളൊന്നുമല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിമേൽ നിങ്ങൾ എന്ന് എഫെസോസുകാരോട് പറയുമ്പോൾ വിജാതീയരായവർക്ക് യഹൂദർക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് അറിയാവുന്നതുപോലെ വിജാതീയരായ ആൾക്കാർക്കും അങ്ങനെയുള്ള സാധ്യത ദൈവം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. യഹൂദര്, വിജാതീയര് എന്നീ നിലകളിൽ വേർതിരിഞ്ഞ് നിന്നിരുന്ന ജനത്തെ യേശു ക്രിസ്തു തന്നിൽ കൂടി ഒന്നിപ്പിച്ചു അവരുടെ സഹോദരർ ആക്കുകയും ചെയ്തു. ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി തീർത്തു. സഭയെ ഒരു ആത്മീയ ദൈവ ആലയമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. വിശ്വാസികളെല്ലാം ദത്തെടുക്കപ്പെട്ട പുത്രന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിജാതീയരും യഹൂദരും എന്നൊക്കെയുള്ള ആ വേർതിരിവ് ക്രിസ്തു വഴി ക്രിസ്തു തന്നെ ഇല്ലാതാക്കിയെടുത്തു. അങ്ങനെ നമ്മൾ ആ സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം യഹൂദർക്ക് മാത്രമല്ല, വിജാതീയരായ എല്ലാവർക്കും ലഭിക്കത്തക്കതാക്കി തീർത്തു എന്ന് അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ആ വാക്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. തന്നെ സ്വീകരിച്ചവർക്കല്ല, അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ആരാണ് ദൈവമക്കൾ? യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ. ചിലർ പറയാറുണ്ട്, ഈ ലോകത്തിലെ എല്ലാവരും ദൈവമക്കളാണ്, ആദത്തിൻ്റെ മക്കളെല്ലാം ദൈവമക്കളാണ് എന്നുള്ളൊരർത്ഥത്തിലാണ് പറയുന്നത്. സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവരെ സഹോദരതുല്യം നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, അതൊരു കാര്യമാണ്. പക്ഷേ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വരുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവമക്കൾ എന്ന പദവി ലഭിക്കുന്നത്. നമ്മളെ ആ പദവിയിലേക്ക് ദത്തെടുക്കുകയാണെന്നുകൂടെ നമ്മൾ ഓർക്കണം. അതിന് ഒരു കഴിവ് ദൈവം നൽകിയിരിക്കുകയാണ്. അല്ല നമ്മളെ അങ്ങ് ജീവിച്ചാൽ പോരാ, ഈ ഭൂമിയിൽ ജനിച്ചല്ലോ ജീവിച്ചേക്കാം, അതല്ല. നമ്മൾ രണ്ടാമത് ജനിക്കണം, യേശുക്രിസ്തുവിൻ്റെ മക്കളായി തീരണം. അവർക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. റോമർ 8:15 ഞാൻ വായിക്കാം.
നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൈക്കൊണ്ടിരിക്കുകയാണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്. ഭയത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മക്കളായി മാറുന്നത്. ഭയം ഒക്കെ അങ്ങ് മാറും, അടിമത്വമെല്ലാം മാറും. നമ്മൾ ആരുടെയും അടിമയല്ല, പിശാചിൻ്റെ അടിമയല്ല. നമ്മളെ പുത്രനായിട്ട് അവനങ്ങ് സ്വീകരിച്ചിരിക്കുക. ആ പുത്രത്വ സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രാപിക്കുന്നവരാണ് മക്കളായി മാറുന്നത് എന്നൂടെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. 2 കൊരിന്ത്യർ 6:18 ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുകയും ചെയ്യും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം നമ്മുടെ പിതാവ്, നമ്മൾ പുത്രൻ പുത്രിമാർ. ആ ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റ് സൃഷ്ടവസ്തുക്കളെ സംബന്ധിച്ച്, ജീവജാലങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനുഷ്യർക്ക് ദൈവമക്കളാകാൻ കഴിവ് കിട്ടി. ആയിക്കൊണ്ടാൽ മതി എന്ന ചുരുക്കം. ഗലാത്യർ 4:5-6 ഇങ്ങനെ പറയുന്നു: നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തെ നമുക്ക് ഇങ്ങനെ നോക്കി എൻ്റെ അപ്പാ എന്ന് വിളിക്കുവാൻ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആത്മാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു മൃഗങ്ങൾക്കൊന്നും അത് പറയാനൊക്കത്തില്ല, എൻ്റെ അപ്പാ എന്ന് വിളിക്കാൻ. അപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതിൻ്റെ കാര്യം അതാ. അപ്പാ എന്ന് വിളിക്കുമ്പോൾ മക്കൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് ആ പിതാവിങ്ങ് തരും. ആ വിളിക്കാൻ ദൈവം നമുക്ക് കഴിവ് നൽകി. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മളൊരു സഭയിൽ കൂടി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് നമുക്ക് ബന്ധമുള്ളത്. സഭയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശരീരമെന്നാണ്. റോമർ 12:5 നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമ്മൾ പലരായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നെങ്കിലും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ കല്ലുകളാണ് നമ്മൾ. എല്ലാവരും കൂടെ ചേർന്ന് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ശരീരമായിട്ടങ്ങ് മാറുന്നത്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളില്ലേ, 2 കൈ, 2 കണ്ണ്, മൂക്ക്, ചെവി, ഓരോ സ്ഥാനത്ത് ഓരോന്ന് അവയവങ്ങളൊക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുക. ഇതുപോലെ പലരായിട്ട് നമ്മൾ കാണുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നായി ഒരു ശരീരമായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 12:27 നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഓരോ അവയവത്തിന് ഓരോരോ പ്രത്യേക ജോലി ദൈവം തന്നിട്ടുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഒരേ ജോലിയല്ല. അതോടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഫേസ്യസ് 1:23 പറയുന്നു, സഭ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയാണ് സഭ. അപ്പോൾ പിന്നെ ഒരു സംശയം ഉണ്ടാകും, അപ്പോൾ ഒരു സഭയോട് ചേർന്ന് നിൽക്കണമെന്നല്ല, ഏത് സഭയോടാണ് ചേർന്ന് നിൽക്കേണ്ടതെന്ന്. പല സഭകൾ, ആയിരക്കണക്കിന് സഭകളുടെ പേരാണ് നമ്മളിപ്പം കേൾക്കുന്നത്. അപ്പോൾ ഏതാണ് സഭ, ഞാൻ ഏത് സഭയോടാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നൊരു സംശയം ആൾക്കാർക്ക് വരാം. അതിന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളെ വിശ്വാസങ്ങൾ, നാം വിശ്വസിക്കേണ്ട വിശ്വാസത്യങ്ങൾ ഏതെല്ലാം ആയിരിക്കണമെന്ന് ദൈവം
വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ അതെല്ലാം ഉണ്ട്. ഈ വചനങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇതിൽ പറയുന്നതിൽ കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. ഇതിനോട് എന്തെങ്കിലും കൂട്ടണ്ട, ഒന്നും കുറയ്ക്കുകയും വേണ്ട. ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഇതിൻ്റെ അനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു ഗണം ഈ ഭൂമുഖത്തുണ്ട്. വ്യക്തിപരമായി ഇന്നാര് ഇന്ന വ്യക്തി എന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പാടില്ല, അറിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യക്തികൾ ആരൊക്കെയാണ് യേശുക്രിസ്തുവാകുന്ന ശരീരത്തോട് ചേർക്കപ്പെട്ടതെന്ന് അറിയാം. അതിനെ നമ്മൾ അദൃശ്യമായ സഭയെന്നാണ് പറയുന്നത്. അപ്പോൾ വചനമനുസരിച്ചുള്ള വിശ്വാസത്തിൽ അടിയുറച്ച അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സഭ. അത് അദൃശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കേണ്ടത് എന്ന് ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 16:18 പറയുന്നു, പത്രോസിനോട് യേശു ഒരു കാര്യം പറഞ്ഞതാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസ് എന്നുള്ള വാക്കിനർത്ഥം ഒരു പാറക്കഷണം. യേശുവിനെ പാറയെന്നാണ് വിളിക്കപ്പെടുന്നത് എങ്കിൽ പത്രോസ് ഒരു പാറക്കഷണമാണ്. ആ പാറക്കഷണത്തിന്മേൽ, പത്രോസാകുന്ന പാറക്കഷണത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും പത്രോസിന് പിൻഗാമിയായിട്ട് അധികാരത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അധികാരിയുടെ കീഴിലിരിക്കുന്നതാണോ സഭയെന്ന്. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏത് സന്ദർഭത്തിലാണ് പത്രോസിനോട് ഇത് പറഞ്ഞത്. ശിഷ്യന്മാരെല്ലാവരും കൂടെ യേശു ഒന്നിച്ച് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് ചെന്നപ്പോൾ യേശു അവരോട് ചോദിച്ചു, ജനമെന്താ എന്നെക്കുറിച്ച് പറയുന്നത്? ഞാൻ ആരാണ്? ആർക്കും ശരിയായ ഉത്തരവില്ല. നിങ്ങൾ ഞാൻ ആരാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ആരാണ്? 2-3 വർഷം കൊണ്ട് പഠിപ്പിച്ചെടുത്തപ്പോൾ അവർക്ക് അത് മനസ്സിലായി കാണണമല്ലോ. അല്ലെങ്കിൽ പഠിപ്പിച്ചതിൻ്റെ ഫലം എങ്ങനെ ഉണ്ടെന്നുള്ളത് യേശുവിന് അറിയണമല്ലോ. പത്രോസ് മുന്നോട്ട് ചെന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു വിശ്വാസ സത്യം പത്രോസ് ഏറ്റു പറഞ്ഞു. യേശു പറഞ്ഞു, വിശ്വാസത്യം പത്രോസ് ഏറ്റു പറഞ്ഞു. യേശു പറഞ്ഞു, നിനക്ക് ഇത് അറിയാൻ സാധിച്ചത് നിൻ്റെ ബുദ്ധി കൊണ്ടല്ല, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവത്രേ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് പറയാൻ സാധിച്ചത്. ഈ വിശ്വാസസത്യത്തിൻ്റെ അതൊരു ഉറപ്പുള്ള സത്യമായതുകൊണ്ട് അതാണ് പാറ എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നതെന്നർത്ഥം. വിശ്വാസ സത്യങ്ങളെ വളച്ചു കെട്ടി വേറെ ഓരോന്നൊക്കെ പറഞ്ഞ് മാറ്റിയാൽ അത് സഭയുടെ ഭാഗമല്ല. ആ വിശ്വാസ സത്യത്തിന്മേൽ ഉറച്ചു നിന്ന് പണിയപ്പെടുന്നതാണ് സഭ. കൂട്ടിച്ചേർത്തൊക്കെ ഒത്തിരി പേര് ഓരോന്നൊക്കെ പറയും. അടിസ്ഥാന മൂലക്കൽ ക്രിസ്തുവാണ്, അതിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. പത്രോസാകുന്ന വിശ്വാസ സത്യത്തിന്മേൽ, ആ പാറയിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. വളച്ചു കെട്ടി വിശ്വാസത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് വേറെ രീതി കൊണ്ടുപോയാൽ സഭയുടെ ഭാഗങ്ങളല്ല. ക്യാൻസർ രോഗിക്ക് ക്യാൻസർ വരുമ്പോൾ ചില ഭാഗങ്ങൾ സർജറി ചെയ്ത് മാറ്റിക്കളയേണ്ടി വരുന്നത് പോലെ ചിലതൊക്കെ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 2:5 പത്രോസിന് എഴുതിയിരിക്കുന്നു, നിങ്ങൾ നമ്മളെല്ലാവരും സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്ത് ഉയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവുമാവുകയും ചെയ്യട്ടെ. നമ്മളെല്ലാവരും ഒരു വിശുദ്ധ ജനമായിരിക്കണം, ഒരു പുരോഹിത ജനമായിരിക്കണം. കാരണം നമ്മളെല്ലാം ദൈവത്തിന് പോലും നമ്മുടെ ജീവിതമാകുന്ന ആ ബലിയായി അർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും വിശുദ്ധ പുരോഹിത ഗണമായി തീരണം. അതാണ് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും സജീവ ശിലകളാണ്. ആ ദൈവഭവനത്തിൽ പണിയുന്നത് നമ്മളാണ്. പ്രത്യേകിച്ചൊരു കാര്യം, ഈ ശിലകൾ സജീവമാണ്, ജീവനുള്ള കല്ലുകളാണ്. അതാണ് ഒരു പ്രത്യേകത. മറ്റ് കെട്ടിടങ്ങളൊക്കെ ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്ത കല്ലുകൾ കൊണ്ട് പണിയുന്നതിനെ അല്ല ദൈവഭവനം എന്ന് പറയുന്നത്. ജീവനുള്ള സജീവശിലയായ നമ്മളെല്ലാവരും ചേർന്ന്
പണിയപ്പെടുന്ന ആ ഭവനമാണ് ദൈവഭവനം. അവിടാണ് ദൈവം വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എഫേസ്യോസ് 4:15 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഈ ശിലകൾ വളരുന്ന ശിലകളാണ്. നാം വളരണം, എല്ലാ വിധത്തിലും നാം വളരണം. എങ്ങനെ വളരണം? ക്രിസ്തുവിങ്കിലേക്ക് വളരണം. അവനാണ് ശിരസ്. ആ ശിരസ്സാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് നാം വളരണം. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ദൈവം തന്നെ സ്നേഹമാണ്. നമ്മൾ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കണം. സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, സഭയുമല്ല, ഒന്നുമല്ല. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്, സത്യമേ പറയാവൂ. സത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ സത്യമെന്ന് പറഞ്ഞ വാക്ക് ക്രിസ്തുവിനെ കാണിക്കുന്ന വാക്കാണ്. അതിൽ നിന്ന് നമുക്ക് വേറെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ സഭയുമായിട്ടും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവരാകും. സ്നേഹവും സത്യവും ഉണ്ടായിരിക്കണം. ക്രിസ്തുവാണ് സത്യമെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൂ. ക്രിസ്തുവിങ്കിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ ശിരസ്സാണെന്ന് അവിടെ പറഞ്ഞത്. ഈ ശിരസ്സുമായിട്ട് ബന്ധമില്ലാതെ വളരാനൊക്കത്തില്ല. അങ്ങനെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ എത്രയോ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. എന്താ ചെയ്യുന്നത്? ശിരസ്സങ്ങ് വെട്ടിക്കളയുക. അപ്പം അങ്ങ് തീർന്നു. ശിരസ്സുമായിട്ട് ബന്ധമില്ലെങ്കിൽ സഭയാകുന്നില്ല, സഭയോട് ബന്ധമില്ല, ക്രിസ്തുവിനോട് ബന്ധമില്ല എന്നതിൻ്റെ അർത്ഥം. നാം വളരണോ? ആ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഈ ശിരസ്സിന് പകരം വേറെ ശിരസ് വെച്ച് ആർട്ടിഫിഷ്യലായിട്ട് വല്ല വേറൊരു വ്യക്തിയെ ആ ശിരസ്സിന് പകരം സ്ഥാപിച്ച് വളരാമെന്ന് വിചാരിച്ചാൽ വളരത്തില്ല. എന്തെല്ലാം അബദ്ധ വിശ്വാസങ്ങളാണ്, തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അവിടെ ഇവിടെയും പഠിപ്പിച്ച് ആൾക്കാർ വിടുന്നത്. ശരിയാവത്തില്ല. ക്രിസ്തുവാകുന്ന ശിരസിലോട്ട് വേണം യോജിച്ച് വളർന്നു വരുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യോസ് 5:23 പൗലോസ് ഇങ്ങനെ സാദൃശ്യം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. വിവാഹ ആശീർവാദത്തിന് നമ്മൾ എടുത്ത് വായിക്കുന്നൊരു ഭാഗമാണത്. എഫേസ്യോസ് 5:23 വാക്യമായി വായിച്ചത്. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായിരിക്കണം. ഒരു കുടുംബജീവിതത്തിൽ അത് ഭദ്രമായിട്ട് ദൈവകൃപയാൽ മുന്നോട്ട് പോകാൻ, സ്നേഹത്തിലും സത്യത്തിലൊക്കെ വളർന്നു വന്ന് മുന്നോട്ട് പോകാൻ, അവരുടെ മക്കളെയും ശരിയായിട്ട് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സായിരിക്കണം. അങ്ങനെ കുടുംബമാണ് ശരിയായൊരു കുടുംബം, മാതൃകാപരമായ കുടുംബം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കുടുംബം. അങ്ങനെയല്ലാത്ത കുടുംബത്തിൽ ഛിദ്രതയൊക്കെ ഉണ്ടാകും, വഴക്കുണ്ടാകും, ബഹളമുണ്ടാകും. പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ പിന്നെ പോകേണ്ടി വരുന്നു എന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ക്രിസ്തു സഭയും തമ്മിലുള്ളൊരു ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ളൊരു ബന്ധം പോലാണ്. മത്തായിയുടെ സുവിശേഷം 9:15 ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും എന്നുള്ള നിലയിൽ അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖമാചരിക്കുവാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആ സാദൃശ്യം യേശു കർത്താവ് തന്നെ പറഞ്ഞതാ, മണവാളൻ മണവാട്ടി എന്നുള്ള ആ ഒരു താരതമ്യം. 2 കൊരിന്ത്യർ 11:2 പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെ എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ക്രിസ്തു മണവാളൻ, നമ്മൾ മണവാട്ടി, വിവാഹ നിശ്ചയം പൗലോസ് അങ്ങ് നടത്തിയിരിക്കുകയാണ്. നിർമ്മലമായ വധുവായിട്ട് തന്നെ വിവാഹം നടത്താനൊക്കെ ഉള്ളൂ. നിർമ്മലമായ വധുവായിട്ട് തന്നെ നമ്മളെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ കാത്ത് സൂക്ഷിക്കണം. വെളിപാട് 19:7 കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞു. വിവാഹം, മണവാളൻ മണവാട്ടിയും ക്രിസ്തു സഭയും തമ്മിലുള്ള വിവാഹം സമയം ആയിക്കൊണ്ടേയിരിക്കുന്നു, അടുത്തിരിക്കുന്നു.
ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനയോടാണ്. അടുത്തിരിക്കുന്നു. ഇനി അങ്ങ് ദീർഘകാലം ഉണ്ടെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ലോകാന്ത്യത്തിൻ്റെ ആ സ്ഥലത്തേക്ക്, ആ സമയത്തേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇനി ഞാൻ 2:20 വാക്യം വായിക്കുകയാണ്. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിത ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. 20 വാക്യം. സഭയെ ഒരു കെട്ടിടത്തോടാണ് ഇവിടെ ഉപമിച്ച് പറയുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞത് ഒരു ശരീരത്തോട്, ക്രിസ്തു തല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു മന്ദിരത്തോട്, ഒരു കെട്ടിടത്തോടാണ് ഉപമിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പറയുക സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 3 9-10 വാക്യങ്ങൾ. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. അടിസ്ഥാനം പൗലോസ് ഇട്ടു. നമ്മൾ പണിയുകയാണ്. എങ്ങനെ പണിയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇഷ്ടം പോലെ വേണത് ശരിയായി കെട്ടിടമാകത്തില്ല. സഭയാകുന്ന കെട്ടിടം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോസ്തലന്മാരും പഠിപ്പിക്കലുകളിൽ ആണ് സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവേ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ചാണ്. പഴയ നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ്. ഈ നമ്മുടെ വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എല്ലാറ്റിനും അടിസ്ഥാനപരമായ പ്രവചനങ്ങളുടെ ഒരു താങ്ങ് അതിനുണ്ട്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾക്ക് ഈ സഭയെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തത്വജ്ഞാനത്തിലോ കെട്ടുകഥകളിലോ അടിസ്ഥാനപ്പെടുത്തി പണിതുയർത്തുന്നതല്ല. വചനത്തോടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും വചനങ്ങൾക്ക് അനുസരിച്ച് ഉള്ളത് ആയിരിക്കണം. വചനത്തിൽ ഇല്ലാത്ത ഒത്തിരി ആചാരങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ വചനാധിഷ്ഠിതമായിട്ട് തന്നെ ആയിരിക്കണം. മാറിപ്പോകരുത്. മൂലക്കല്ല് ക്രിസ്തുവാണ്. യെശയ്യാ 28:16-17 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവ് ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും. യെശയ്യാ പറഞ്ഞിരിക്കുകയാണ്. സഭയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സങ്കീർത്തനം 118:22 പറയുന്നു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് മൂലക്കല്ലായി മാറിയിരിക്കുന്നത്, സഭയുടെ മൂലക്കല്ലായിട്ട്. അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായൊരു കാര്യമാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയാൻ നേരത്ത് അടിച്ച് തകർത്ത് പെട്ട് കഴിഞ്ഞിട്ട് പിന്നീടൊരു കാലത്ത് പുതുക്കിപ്പണിയാൻ നേരത്ത് പണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കല്ലുണ്ടായിരുന്നു. മൂലക്കല്ല, വേണ്ട ഇനിയും കൊള്ളത്തില്ല പോട്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്നത്. പിന്നെ പുതുക്കിപ്പണിയാൻ നേരത്ത് നല്ല കല്ലതിന് യോജിച്ചത് കണ്ടുപിടിച്ചപ്പോൾ ആ പഴയ കല്ല് തന്നെയാണ് എടുത്തുകൊണ്ട് വന്ന് മൂലക്കല്ലായിട്ടിട്ടത്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അത് ഇവിടെ സൂചിപ്പിക്കുന്നത് യേശുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും ആ തള്ളിക്കളയപ്പെട്ട യേശുവാകുന്ന പാറയാണ് സഭയുടെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നത് എന്ന സത്യം. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:11 വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്
പത്രോസ് അത് തന്നെയാണ് അങ്ങോട്ട് പറയുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ കാതലായ വിഷയം. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതാണ് മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തു. ആ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതല്ലാതെ വേറെ ഒരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടിടത്തൊക്കെ വേറെ ചിലരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ വചനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സർജറിയുടെ ആവശ്യം വന്നിരിക്കുന്നു, നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ 21 വാക്യത്തിലേക്ക് പോവുകയാണ്. 21 വാക്യം, ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൻ്റെ ആലയമായിട്ടാണത് പണിതുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നായി സമന്വയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആത്മീയമായി പരസ്പരം ഉത്കർഷത്തിന് ഉതകുന്ന വിധത്തിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. സമന്വയിക്കപ്പെട്ടിരിക്കുക. ഒന്ന് വളരുമ്പോൾ മറ്റൊന്ന് വളർന്നില്ലെങ്കിലോ, ഒരു കൈ അങ്ങ് വളരുന്നു മറ്റേ കൈ വളരുന്നില്ലെങ്കിലോ, ഒരു ചെവി അങ്ങ് വലുതാകുന്നു മറ്റേ ചെവി വലുതാകുന്നില്ലെങ്കിലോ, പരസ്പര ഉത്കർഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. സഭ അങ്ങനെ വേണം വളരാൻ. ആത്മീയമായ ഒരു പരസ്പര ഉത്കർഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമന്വയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. റോമർ 14:19 പറയുന്നു, സമാധാനത്തിനും പരസ്പര ഉത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. 2 കാര്യമാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, പരസ്പര ഉത്കർഷത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്കും ഉത്കർഷം ഉണ്ടാകണം. അത് അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. വേറൊരു വാക്ക് പറഞ്ഞത് സമാധാനത്തിനുള്ളതാണ്. സമാധാനത്തിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സഭയാകുന്നില്ല. ചില സഭയിൽ പള്ളിയിലോട്ട് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അടിയാണ്. എന്തിനാ പിന്നെ പള്ളി വരുന്നത്? മിറ്റത്ത് നിന്നാൽ പോരായോ? വീട്ടിലെങ്കിൽ ഇരുന്നാൽ അടിയെങ്കിലും ഉണ്ടാകാതിരുന്നതിനമല്ലോ. സമാധാനത്തിന് ഉള്ളവ ഉതകുന്നവ അനുവർത്തിക്കണം. അതാണ് സഭയുടെ ലക്ഷണം തന്നെ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ സഭയാകുന്നില്ല. 2 കൊരിന്ത്യർ 10:8 പൗലോസിൻ്റെ ഒരു അധികാരത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാനെക്കുറിച്ച് അധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്ത് ഉയർത്തുവാനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. പണിത് ഉയർത്തുക, നശിപ്പിക്കാനല്ല. അപ്പോൾ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതിയാണ്, നശിപ്പിക്കാനല്ല, പടുത്ത് ഉയർത്തുവാനാണ് ഈ സ്ഥാനങ്ങളിൽ ഓരോരുത്തരെ കർത്താവ് ആക്കിയിരിക്കുന്നത്. പടുത്തുയർത്തുവാൻ സാധിക്കുമോ എന്ന് നോക്കണം. നശിപ്പിച്ച് കളഞ്ഞ അവസാനം ഒന്നുമില്ലാതെ കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞങ്ങ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത് എന്ന് അർത്ഥം. പരിശുദ്ധാലയമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതൊരു കെട്ടിടത്തോട് ഭൂമിച്ചാണ് പറയുന്നല്ലോ, വളർന്നു വരണം. അപ്പോൾ വളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കെട്ടിടമാണ്. നമ്മളൊരു കെട്ടിടം പണിതാലും ഇത് വളരത്തില്ല. 5 മുറിയാണെങ്കിൽ 5 മുറി, 6 മുറിയാണെങ്കിൽ 6 മുറി, അത് വളരുന്നില്ല. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഭൗമിക കെട്ടിടവുമായി ഈ സഭയാകുന്ന കെട്ടിടത്തെ അങ്ങനെ താരതമ്യം ചെയ്യുവാനായിട്ട് സാധ്യമല്ലെന്നർത്ഥം. കെട്ടിടത്തിലെ ഓരോ അംഗവും സജീവ ശിലയാണ് എന്നാണല്ലോ പത്രോസ്
1 പത്രോസ് 2:5 പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം, ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ആത്മധൈര്യം നമുക്ക് വേണം, അല്ലാതെ സംശയവും മറ്റൊന്നുമല്ല. ഒരു ആത്മധൈര്യത്തോടു കൂടിയാണ് നമ്മൾ സഭയിൽ അംഗങ്ങളായിരിക്കുന്നത്. പ്രത്യാശയിലുള്ള അഭിമാനം. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 വാക്കുകളാണ് ഒരാളെ ക്രിസ്തീയ വിശ്വാസത്തിലാക്കുന്നത്. വിശ്വാസം ഉണ്ടായിരിക്കണം, പ്രത്യാശ ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുക. വരും വരും വരും. ക്രിസ്തീയ വിശ്വാസികളെല്ലാം ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരയിൽ പ്രത്യാശിക്കുക. ഇസ്രായേൽ ജനം ക്രിസ്തു വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുക. പ്രത്യാശയുള്ളൊരു ജനമായിരുന്നു. അവർ വരും എന്ന് പ്രതീക്ഷിച്ചു. വന്നപ്പോൾ ചിലർ കണ്ടു, ചിലർക്ക് മനസ്സിലായില്ല. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക 2ാമത് വരും. 1ാമത് വരുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ജനം ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പ്രത്യാശിക്കുന്നത് 2ാമത് വരും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുക. സമയം അടുത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ചിലർ മനസ്സിലാക്കുന്നു, ചിലർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ പ്രത്യാശ ജീവിക്കാമെങ്കിൽ അവിടുത്തെ ഭവനമായി തീരും എന്ന ചുരുക്കം. ഇനി 22-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 22-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണിയപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ വിശ്വാസികൾ ഐക്യപ്പെടുന്നു. പണിയുന്നത് ക്രിസ്തുവിലായിരിക്കണം. വേറെ ആൾക്കാരെ ഒന്നും കൊണ്ടുവരണ്ട. ക്രിസ്തുവിൽ നമ്മൾ പണിയപ്പെടണം. 1 കൊരിന്ത്യർ 10:17, അപ്പം ഒന്നേ ഉള്ളൂ, അതിൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. അപ്പത്തിൽ പല അംശങ്ങൾ, പല ഭാഗങ്ങൾ ചേർന്നൊരപ്പമായിരിക്കുന്നു. നമ്മൾ പലരാണെങ്കിലും ഒരേ അപ്പമാണെന്നുള്ളത് കാര്യം നാം ഓർത്തിരിക്കണം. ഗലാത്യർ 3:28, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. യേശു ക്രിസ്തുവിൽ നാം ഒന്നാണ്. വിശുദ്ധർക്ക് ഒരു കൂട്ടായ്മയാണ് ഉള്ളത്. അതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. മലാക്കിയാൽ 3:16, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. പല ഗ്രന്ഥങ്ങളുണ്ട് നമുക്കറിയാം. ജീവൻ്റെ ഗ്രന്ഥം, പ്രവൃത്തികളുടെ ഗ്രന്ഥം. ഇവിടെ പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. കർത്താവിനെ ധ്യാനിക്കുന്നവരെ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ പേരെഴുതി വെക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് അവിടെ കർത്താവിന് മുമ്പിൽ, അവിടുത്തെ മുമ്പിൽ അത് എഴുതപ്പെട്ടു. അപ്പം നമ്മൾ വല്ല സമയമുള്ളപ്പോഴൊക്കെ ഈ ധ്യാനിക്കണം. കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുന്നവരുടെ പേര് എഴുതപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മലാക്കിയ 3:16 പറഞ്ഞിരിക്കുന്നു. മത്തായി 18:20 പറയുന്നു, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈ കൂട്ടായ്മയുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2-3 പേര് ഒന്നിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പം ഇന്ന് കൂട്ടായ്മ വേണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നല്ല, അതിൻ്റെ ആവശ്യമുണ്ട്. കർത്താവ് തന്നെ മലയിലൊക്കെ പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മാതൃകയാണ്. പക്ഷേ ഒരു കൂട്ടായ്മ ഉണ്ടാകണം വിശ്വാസികൾ തമ്മിൽ. അതിന് ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും വേണം എന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ സന്നിഹിതനായിരിക്കും. കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഈ കൂട്ടായ്മയിലുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഓരോരുത്തരും കിടക്കുമ്പോൾ അവരവർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കട്ടിലയിലോട്ട് കിടക്കാം. എന്നാലും അങ്ങനെ മാത്രമല്ല, നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം അവിടെ ഉണ്ട് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞൊരു കാര്യം, നാം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആണ്.
എസെക്കിയേൽ 36-27 വാക്യങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും. യോഹന്നാൻ്റെ സുവിശേഷം 14-17 വാക്യം, ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. 22 വാക്യത്തോടെ 2-ാമത്തെ അധ്യായം തീരുന്നു. ഇനി നമുക്ക് 3-ാമത്തെ അധ്യായത്തിലോട്ട് പ്രവേശിക്കാം. സഭയുടെ മർമ്മം ഈ 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ജാതികളും യഹൂദരും വിശേഷ അവകാശങ്ങൾക്ക് രണ്ടു കൂട്ടരും അവകാശികളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഈ മർമ്മമെന്ന് പറയുന്നത്. ഇത് അന്നേ വരെ വെളിപ്പെടുത്തി കിട്ടാതിരുന്ന ഒരു കാര്യമാണ്. പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ കൂടെയാണ് നമുക്ക് ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയത്. 3-ാം വാക്യം, ഇക്കാരണത്താൽ വിജാതിയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ, 3-2, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എഫേസ്യക്കാർക്കുള്ള ഈ ലേഖനം എഴുതിയത് പൗലോസ് തടവിലായിരുന്ന കാലത്താണ്. തടവുകാരൻ എന്നത് തന്നെ ഒരു പ്രത്യേക ബഹുമതിയാണ്. സത്യത്തിൽ അതൊരു പദവിയായിട്ടെടുക്കാം. സത്യത്തിന് സാക്ഷ്യം വഹിച്ചതുകൊണ്ട് പ്രാസംഗികന് ലഭിക്കുന്ന ഒരു വൈശിഷ്ട്യമാണ് ഈ തടവ് എന്നുള്ളതുകൊണ്ട് ചിന്തിക്കാം. ഒരു യഥാർത്ഥ അപ്പോസ്തലൻ്റെ അടയാളമാണതൊക്കെ. പൗലോസിന് അതൊക്കെ അങ്ങ് ലഭിച്ചു. 2 കൊരിന്ത്യർ 11-23 പൗലോസ് പറയുന്നു, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. ഇത്രയും പൗലോസ് അനുഭവിച്ചു, മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കേണ്ട ചില സന്ദർഭം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ക്ലേശങ്ങളുണ്ടാകും. യേശു കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 21:12 യേശു കർത്താവ് പറയുകയാണ്, ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. ഇങ്ങനെ കഷ്ടതകളുടെ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് പ്രാസംഗികർ, സുവിശേഷ വേലക്കാർക്ക് എന്നാണ് ഇവിടെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുക എന്നതാണ് പൗലോസിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കൊളോസോസുകാരുടെ പൗലോസ് ഇങ്ങനൊരു ആവശ്യപ്പെടുന്നുണ്ട്. കൊളോസോസിൻ്റെ 4-ാം അധ്യായം 3-ാം വാക്യം, ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരേണ്ടതിനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാസംഗികരെ ഓർത്ത് ശ്രോതാക്കൾ പ്രാർത്ഥിക്കണമേ. കാരണം അവരുടെ വായ തുറന്ന് സംസാരിക്കാൻ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം പൗലോസിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഗലാത്യർ 2:7 പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിനെ എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം പൗലോസിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. കൊളോസോസ് 1:25 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം.
ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുക പൗലോസിൻ്റെ ദൗത്യമായിരുന്നു. അപ്പോൾ അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നിന്ന് അപ്പുറത്തോട്ടൊന്നും നമ്മൾ പോകണ്ട. അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് എഴുതപ്പെട്ട ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 3-ാമത്തെ വാക്യം, ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ വഴി ദൈവം നമ്മുടെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അപ്പോസ്തലനാകാനുള്ള തൻ്റെ വിളിയെപ്പറ്റി പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഒരു സൂചന തന്നിരിക്കുന്നു. ഗലാത്യർ 1:15-16. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. പൗലോസിനെ വിളിച്ചത് മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം വിളിച്ചതാണ്. അത് ഓർത്തോണം. നമ്മളെല്ലാം ദൈവം അങ്ങനെ നേരത്തെ അങ്ങ് വിളിക്കുന്നുണ്ട്. വിളി കേൾക്കണം എന്നുള്ളതേ ഉള്ളൂ. 1 കൊരിന്ത്യർ 2-10 വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. എല്ലാ രഹസ്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈ രഹസ്യമെന്ന് പറയുന്നത് വിജാതിയരെ കൂട്ടവകാശികളാണ് എന്ന സത്യമാണെന്ന് തുടർന്നുള്ള ചില വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 3-4 വാക്യം, അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാമെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ വചനം വായിക്കുവാൻ കടപ്പെട്ടവരാ. വചനം എഴുതി തന്നിരിക്കുന്നു, വായിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വായിക്കാതിരുന്നാൽ മനസ്സിലാകുമോ? വായിക്കണം, ദൈവവചനം വായിക്കണം. 1 വർഷം കൂടെ തീരത്തക്കൊണ്ട് ചില കണക്കുകളൊക്കെ ചിലർ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി അത് അതനുസരിച്ച് വായിച്ചാൽ 1 വർഷം കൊണ്ട് വായിച്ചു തീർക്കാം. അല്ല 6 മാസം കൊണ്ട് വേണമെങ്കിൽ വായിച്ചു തീർക്കാം. മനസ്സുള്ളവർക്കാണെങ്കിൽ വിശ്രമജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർക്ക് വായിക്കാൻ ധാരാളം സമയം കിട്ടുന്നു. വായിച്ചു തീർക്കുക. വായിക്കാതെ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങളെ നമുക്ക് വായിക്കാനുള്ളതാണ്. സുഭാഷിതങ്ങൾ 2:6 കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. യോഹന്നാന് ലഭിച്ച വെളിപാടിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വെളിപാട് 1:3 ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. സമയം വളരെ അടുത്തിരിക്കുകയാണ്. വായിക്കണം, കേൾക്കണം, അത് പാലിക്കണം. 3 കാര്യങ്ങളാണ്. വായിക്കണം, കേൾക്കണം, അത് പാലിക്കണം. 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം വാക്യങ്ങൾ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച് വിവിധ ഘട്ടങ്ങളിലാണ്. അത് പ്രവാചകന്മാർ വഴിയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരു പ്രത്യേകത, പുത്രൻ വഴി നമ്മോട് നേരിട്ട് അങ്ങ് സംസാരിച്ചിരിക്കുന്നു. വിജാതിയരുടെ കൂട്ടവകാശത്തെ സംബന്ധിച്ച ഈ മർമ്മം ഇപ്പോൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പൂർവ്വകാലങ്ങളിൽ ഇത് മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ചില ജ്ഞാനം, അറിവുകൾ ദൈവം നമ്മളിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, അത് അറിയുന്നത് ആവൽക്കരമാണ്. ഉൽപ്പത്തി 2:17 നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാലൊന്നും ഉത്തരം നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെങ്കിൽ അത് ചില ആപത്ത് ഉണ്ട്, അടങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. നിയമാവർത്തനം 29:29
രഹസ്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. വെളിപ്പെടുത്താത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിൻ്റേതാണ്. വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതോ നമുക്ക് വേണ്ടി, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നതാണ്. അത് നമ്മൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യണം. അതിന് കടമയുണ്ട്. ചിലത് അറിയിക്കാത്തത് സത്യമറിയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-7 വാക്യം പറയുന്നു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. ഇപ്പം നിനക്കത് മനസ്സിലാകുന്നില്ല, പിന്നീട് അറിഞ്ഞോളും. മൂന്നാമത്തെ ഒരു കാര്യം മനുഷ്യൻ്റെ ബലഹീനത കൊണ്ടാണ്. യോഹന്നാൻ സുവിശേഷം 16:12, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ അത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിവില്ല. നാലാമത്തെ ഒന്ന് ഭൗതികമായ ചില പരിമിതികളൊക്കെ നമുക്കുണ്ട്. 1 കൊരിന്ത്യർ 13:12, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായിട്ട് അറിയും. പിന്നീടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ക്രമാനുഗതമായ വെളിപാടാണ്. ഒന്നിച്ചെല്ലാം കൂടി ഇങ്ങനെ പറയുകയല്ല, ക്രമാനുഗതമായ വെളിപാടാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോഴും നമുക്കൊരു കാര്യം അറിയാം. പുസ്തകങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് കൊണ്ടുവന്ന ഒറ്റ ദിവസം കൊണ്ടെല്ലാം അങ്ങ് വായിച്ച് പഠിപ്പിച്ചു എന്നൊന്നും പറയുമല്ലോ. ഓരോ ദിവസവും ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ച് ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു അക്കാഡമിക് ഇയറിൽ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിക്കുന്നത്. ക്രമാനുഗതമായ വെളിപ്പെടുത്തൽ ടീച്ചിങ്സാണ്. ദൈവം നമ്മളെക്കുറിച്ച് ക്രമാനുഗതമായൊരു വെളിപ്പെടുത്തലാണ്. 1 യോഹന്നാൻ 3:2, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടിയ മക്കളാണെന്നൊക്കെ നമുക്കറിയാം, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. കർത്താവ് വരുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. നമ്മളെ നേരിട്ട് അവിടുത്തെ കാണുകയും ചെയ്യും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. മോശയ്ക്ക് പോലും ദൈവത്തെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ നമ്മുടെയൊക്കെ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ, സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ദൈവം അവനായിരിക്കുന്ന പോലെ നമ്മൾ കാണുകയും ചെയ്യും. ഇനിയും വെളിപ്പെട്ട് വരുക, ഇപ്പോൾ ആയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നാം അറിയുന്നില്ല, അതൊരു കാര്യമാണ്. സഭാപ്രസംഗി 11:5, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതുപോലെ സർവ്വത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. നമുക്കെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ 22 വരെയുള്ള വാക്യങ്ങൾ, 5-ാമത്തെ വാക്യം വരെയാണ് നമ്മളിപ്പോൾ. 5-ാമത്തെ വാക്യം വായിച്ചില്ല, 4-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ വിശുദ്ധന്മാരുടെ പൗരന്മാരാണെന്ന് മനസ്സിലാക്കി, ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നമ്മൾ കണ്ടു. ക്രിസ്തുവിൽ വിശ്വാസികൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായിരിക്കും. യഹൂദർക്ക് എന്നതുപോലെ വിജാതിയർക്കും ഈ കൂട്ടായ്മയ്ക്കുള്ള അവകാശമുണ്ട്. ക്രമാനുഗതമായ ഒരു വെളിപ്പെടുത്തലാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അടുത്തത് 132-ാം എപ്പിസോഡിൽ നമുക്ക് വാക്യം 3:5 മുതൽ നമുക്ക് 132-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ വഴി നടത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.